ഹായ് ഓൾ, എൻ്റെ പേര് ആതിര. MBAക്ക് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഇന്റർനാഷണൽ മാർക്കറ്റിംഗ്. ഈ സബ്ജക്റ്റ് ആണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇന്റർനാഷണൽ മാർക്കറ്റിംഗിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് ബ്രീഫായിട്ട് നമുക്ക് നോക്കാം. ഇതിനകത്ത് എത്ര ബ്ലോക്കുകൾ ഉണ്ട്, എന്തൊക്കെയാണ് ഓരോ യൂണിറ്റിലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, നമുക്ക് ബ്രീഫായിട്ടുള്ള ഒരു ഔട്ട്ലൈൻ ആണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പൊ എന്താണ് മാർക്കറ്റിംഗ്? മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡാണ് മാർക്കറ്റിംഗ്, അല്ലെ? എന്താ മാർക്കറ്റിംഗ്? നമുക്ക് സിംപ്ലി പറയുകയാണെങ്കിൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫ്ലോ ഓഫ് ഗുഡ്സ് ആണെന്ന് പറയാം, അല്ലെ? ഒരു സെല്ലറിൽ നിന്ന് ബയറിലേക്കുള്ള ഗുഡ്സിന്റെ ഫ്ലോ ആണ് മാർക്കറ്റിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാം, അല്ലെ? ഇപ്പം ഞാനാണ് സെല്ലർ എങ്കിൽ എന്റെ കയ്യിൽ ഫൈനൽ പ്രൊഡക്റ്റ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാനാണ് ഒരു ബിസിനസ് നടത്തുന്നതെങ്കിൽ എന്റെ ഫൈനൽ പ്രൊഡക്റ്റ് ആയി കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് എന്റെ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ ചെയ്യുന്നതെല്ലാം മാർക്കറ്റിംഗിന്റെ ഭാഗം തന്നെയാണ്, അല്ലെ? മാർക്കറ്റിംഗ് എന്താണെന്ന് നമുക്കറിയാം. ഇനി ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഡൊമസ്റ്റിക് ഓഡിയൻസ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വിട്ട് നമ്മുടെ പ്രൊഡക്റ്റിനെ നമ്മൾ ഗ്ലോബലി അവൈലബിൾ ആക്കുമ്പോൾ അത് ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് വന്നു, അല്ലെ? നമുക്ക് ഒരുപാട് ഗ്ലോബൽ പ്രൊഡക്ട്സ് അറിയാലോ. നമ്മൾ യൂസ് ചെയ്യുന്നത് തന്നെ ഒരുപാടുണ്ട്, അല്ലെ? കൊക്കക്കോള, പെപ്സി, അതുപോലെ ഗൂഗിള്, ആപ്പിൾ ഫോൺ, അല്ലെ? അങ്ങനെ ഒരുപാട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരുപാട് പ്രൊഡക്ട്സ് ഗ്ലോബലി അവൈലബിൾ ആയിട്ടുള്ള, ഗ്ലോബൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ ഇന്റർനാഷണൽ മാർക്കറ്റിംഗിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് നമ്മൾ ഒരു ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യുന്നത്, അപ്പൊ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഇതെല്ലാമാണ് ഈ സബ്ജക്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ഓക്കെ, ഇതിനകത്ത് 4 ബ്ലോക്കിലായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. 4 ബ്ലോക്കുകളാണ് ഉള്ളത്. അതിൽ ബ്ലോക്ക് 1 പറയുന്നത് ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ആൻഡ് ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ആദ്യത്തെ യൂണിറ്റിലെ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ഇന്റർനാഷണൽ മാർക്കറ്റിംഗ്. ഇവിടെ എന്താണ് ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കുകയാണ്, അല്ലെ? അതിന്റെ മീനിങ്, അതിന്റെ ഡെഫിനിഷൻ, സ്കോപ്പ്, ഫീച്ചേഴ്സ്, ഇനി എന്തൊക്കെയാണ് അതിന്റെ ചലഞ്ചസ്, മെയിൻ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ഇതെല്ലാം നമ്മൾ യൂണിറ്റ് 1 സംസാരിക്കും. യൂണിറ്റ് 2 ഈ ഇന്റർനാഷണൽ മാർക്കറ്റിംഗിന്റെ കൺസെപ്ച്വൽ ഫ്രെയിംവർക്കിനെ പറ്റിയാണ് ഇതിനകത്ത് സംസാരിക്കുക. ഇന്റർനാഷണൽ ട്രേഡിന്റെ തിയറീസ് എന്താണ്, ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്റർനാഷണൽ മാർക്കറ്റിംഗിലേക്ക് നമുക്ക് എങ്ങനെയൊക്കെ എൻട്രി ചെയ്യാം, ഇതെല്ലാം നമ്മൾ യൂണിറ്റ് 2 സംസാരിക്കും. ദെൻ യൂണിറ്റ് 3 ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്കിനെ പറ്റിയാ പറയുന്നത്. നമ്മൾ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ഫോളോ ചെയ്യേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടല്ലേ? നമ്മളെ ഗവൺമെന്റിനെ അനുസരിച്ചല്ലേ നമ്മളെല്ലാം ചെയ്യുന്നത്, പ്രൊഡക്റ്റ് ഒക്കെ ലോഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഇന്റർനാഷണലി കിടക്കുമ്പോഴോ അപ്പൊ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിന്റെ റൂൾസ് ഒക്കെ നമ്മൾ അതുപോലെ ഫോളോ ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനകത്ത് വരുന്നതാണ് ഗാട്ട്, WTO, IMF, വേൾഡ് ബാങ്ക്, ഇവരുടെ എല്ലാം നമ്മൾ മനസ്സിലാക്കും. ഓക്കെ, ഇവരുടെയൊക്കെ റൂൾസ് നമ്മുടെ പ്രൊഡക്റ്റ് ഇന്റർനാഷണലി അവൈലബിൾ ആക്കുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ ഇവരെ ഫോളോ ചെയ്യണം എന്നെല്ലാം നമ്മൾ ഈ യൂണിറ്റിൽ നമ്മൾ സംസാരിക്കും. ദെൻ ബ്ലോക്ക് 2 ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് എൻവയോൺമെന്റൽ അനാലിസിസ് ആണ് നടത്തുന്നത്. അതായത് നമ്മളുടെ ഇന്റർനാഷണൽ മാർക്കറ്റിംഗിന്റെ ഓരോ എലമെന്റ് എടുത്ത് നമ്മൾ അനലൈസ് ചെയ്യും. സോഷ്യോ കൾച്ചറൽ എൻവയോൺമെന്റ് അനലൈസ് ചെയ്യും. ദെൻ പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ എൻവയോൺമെന്റിന്റെ അനലൈസിങ് നടത്തും. കാരണം എന്താണ്, പൊളിറ്റിക്കലി കുറെ ചലഞ്ചസ് ഉണ്ടാവും, അല്ലെ? നമ്മൾ ഇന്റർനാഷണലി ഒരു പ്രൊഡക്റ്റ് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഓഫ്കോഴ്സ് അവിടെ പൊളിറ്റിക്കൽ റിസ്ക് ഉണ്ടാവും. നമ്മൾ അതിനൊക്കെ അസസ് ചെയ്യും, മാനേജ് ചെയ്യാനൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കും. പിന്നെയോ ഇക്കണോമിക് ആൻഡ് നാച്ചുറൽ എൻവയോൺമെന്റ് ഉണ്ടാവും, അതിനെ നമ്മളൊന്ന് അനലൈസ് ചെയ്യും. ദെൻ ടെക്നോളജിക്കൽ എൻവയോൺമെന്റ്. ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓഫ്കോഴ്സ് ഒരു ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് കടക്കുന്ന സമയത്ത് ടെക്നോളജി ഇല്ലാണ്ട് നമുക്ക് പറ്റില്ല. ടെക്നോളജിയിൽ അപ്ഡേറ്റഡ് അല്ലാത്ത പ്രൊഡക്ട്സിന് ഇന്റർനാഷണലി സർവൈവ് ചെയ്യാൻ പോലും പറ്റില്ല, അല്ലെ? ഫെയിൽ ആയി പോകും, അവിടെ നിൽക്കാൻ പറ്റില്ല. സോ അപ്പൊ ടെക്നോളജിയുടെ ഇമ്പോർട്ടൻസ് എന്താണ്? ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് അനലൈസ് ചെയ്യും നമ്മൾ ഈ യൂണിറ്റിൽ. ഇനി ബ്ലോക്ക് 3 ഇന്റർനാഷണൽ മാർക്കറ്റിംഗിന്റെ മിക്സ് സ്ട്രാറ്റജി ആണ് പറയുന്നത്. അപ്പൊ ആദ്യത്തെ പറയുന്നത് ഇന്റർനാഷണൽ പ്രൊഡക്റ്റ് ആൻഡ് ബ്രാൻഡ് മാനേജ്മെന്റ്. നമ്മളുടെ ഇന്റർനാഷണൽ പ്രൊഡക്റ്റിന്റെ ബ്രാൻഡ് മാനേജ്മെന്റ് എങ്ങനെയൊക്കെ ചെയ്യാമെന്നാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പൊ നമ്മുടെ ഗ്ലോബൽ പ്രൊഡക്ട്സും ഡൊമസ്റ്റിക് പ്രൊഡക്ട്സും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യും. ഇനി ഇന്റർനാഷണൽ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്താണെന്ന് നമ്മൾ നോക്കും. പ്രൊഡക്റ്റ് പോളിസികള്, അതുപോലെ സ്റ്റാൻഡേർഡൈസേഷൻ വേഴ്സസ് അഡാപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ നോക്കും. ഇന്റർനാഷണൽ പ്രൊഡക്റ്റിന്റെ പ്ലാനിങ്ങിന്റെ പ്രൊഡക്റ്റ് മിക്സും എല്ലാം നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ ഇന്റർനാഷണൽ IMC സ്ട്രാറ്റജി. IMC എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. അതെന്താണെന്ന് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതെന്താണെന്നും അതിന്റെ എലമെന്റ്സും അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഇതെങ്ങനെ ഫോർമുലേറ്റ് ചെയ്യാം എന്നെല്ലാം നമ്മൾ യൂണിറ്റ് 9 ഡിസ്കസ് ചെയ്യും. പിന്നെ വരുന്നത് യൂണിറ്റ് 10 ഇന്റർനാഷണൽ പ്രൈസിംഗ് സ്ട്രാറ്റജി. നമ്മൾ ഇന്റർനാഷണലി ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആക്കുമ്പോൾ പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഫിക്സേഷനിൽ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്, അല്ലെ? അപ്പൊ നമ്മൾ എങ്ങനെ ഒരു പ്രൈസ് സെലക്ട് ചെയ്യും, അതിന്റെ പ്രോസസ്സ് എന്തൊക്കെയാണ്, അതിന്റെ സോഴ്സസ് എന്തൊക്കെയാണ്, കമ്പോണൻസ് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ യൂണിറ്റ് 10 ഡിസ്കസ് ചെയ്യും.
പിന്നെ വരുന്നത് ഇന്റർനാഷണൽ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി. നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ ഇന്റർനാഷണൽ മാർക്കറ്റിൽ അവൈലബിൾ ആക്കുമ്പോൾ നമുക്കത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോപ്പർ ചാനൽ വേണം അല്ലെ. ആ പ്രോപ്പർ ചാനൽ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അത്രയും ശ്രദ്ധയോടെ വേണം. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ആ ചാനൽ സെലക്ട് ചെയ്യേണ്ടത്, അതിന്റെ സെലക്ഷൻ പ്രോസസ് എങ്ങനെയൊക്കെയാണ്, ആ ചാനലിലൂടെ നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിന് അവൈലബിൾ ആക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതെല്ലാമാണ് ഈ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ബ്ലോക്ക് 4 ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് പ്ലാനിംഗ് ആണ് പറയുന്നത്. അതായത് ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് റിസർച്ച് ആണ് അതിൽ യൂണിറ്റ് 12 പറയുന്നത്. ഇന്റർനാഷണൽ മാർക്കറ്റിംഗിനെ നമ്മൾ റിസർച്ച് ചെയ്യും. അപ്പൊ ആ റിസർച്ച് ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ പ്രോസസ്സുകൾ വരും, എന്തൊക്കെ ടെക്നിക്സ് വേണം, അതിന്റെ സ്കോപ്പ് എന്താണ്, അതെല്ലാമാണ് നമ്മൾ യൂണിറ്റ് 12 പറയുക. പിന്നെ ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ. ഇന്റർനാഷണൽ മാർക്കറ്റിന്റെ പ്ലാനിംഗ് കൺട്രോളുമാണ് യൂണിറ്റ് 13 പറയുന്നത്. ബെനിഫിറ്റ്സ് ഓഫ് ഇന്റർനാഷണൽ മാർക്കറ്റ് പ്ലാനിംഗ് നോക്കും. ഇനി ഇഷ്യൂസ് ആൻഡ് ഫ്രെയിമിംഗ്, അതായത് നമ്മൾ ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് എന്തൊക്കെ ഇഷ്യൂസ് വരും, അങ്ങനെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അവിടെ എന്തൊക്കെ പ്രോസസ്സുകൾ വരും, നമ്മൾ എങ്ങനെയൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യണം, ഇതെല്ലാമാണ് നമ്മൾ യൂണിറ്റ് 13 പറയുന്നത്. ലാസ്റ്റ് പറയുന്നത് എമർജിംഗ് ഇഷ്യൂസ്, അതായത് കേസ് സ്റ്റഡീസ് ആണ് നമ്മൾ ഇതിൽ സംസാരിക്കുന്നത്. ലൈക്ക് നമ്മുടെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇപ്പൊ നമ്മൾ അനാലിസിസ് ഒക്കെ നടത്തിയല്ലേ, ഓരോ ഭാഗങ്ങളെടുത്ത് എൻവയോൺമെന്റും പൊളിറ്റിക്കലിയും ലീഗലിയും എല്ലാം അനലൈസ് ചെയ്ത് നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ ആ മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, സോഷ്യൽ, എത്തിക്കൽ, എൻവയോൺമെന്റൽ ഇഷ്യൂസ്, കൾച്ചറൽ ഡൈവേഴ്സിറ്റി, പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി, നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെയാണ്, അതിന്റെ എല്ലാം കേസ് സ്റ്റഡിയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നടത്തുക. അതായത് എമർജിംഗ് ടെക്നോളജി എന്തൊക്കെയാണ്, ആ ടെക്നോളജിക്ക് അനുസരിച്ച് അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കാൻ പഠിക്കണം, അതിന്റെ അകത്ത് ലീഗൽ ചലഞ്ചസ് എന്തെങ്കിലും ഉണ്ടോ, അതെല്ലാം നമ്മൾ നോക്കും ഈ ഒരു ചാപ്റ്ററിൽ. എമർജിംഗ് ഇഷ്യൂസ് അതാണ് യൂണിറ്റ് 14 പറയുന്നത്. ഓക്കെ, അപ്പൊ 14 ചാപ്റ്ററുകൾ 4 ബ്ലോക്കുകളിലായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. എളുപ്പമാണ്. വലിയ ചാപ്റ്ററുകളാണല്ലോ അങ്ങനെയൊന്നും വിചാരിച്ചാലും ടെൻഷൻ അടിക്കണ്ട, നമുക്ക് ഈസി ആയിട്ട് പഠിക്കാവുന്നേ ഉള്ളൂ. മാർക്കറ്റിംഗ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഒരുമിച്ച് ഇത് പഠിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് തുടങ്ങാം. ഓക്കെ, താങ്ക് യു.